ഉണക്കിയെടുത്ത ഡേറ്റ്സ് കൊണ്ട് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിക്കാമെന്ന്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മാങ്ങയൊക്കെ ഉണങ്ങി വെക്കില്ലേ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഉണങ്ങിയെടുത്തിട്ടാണ് അച്ചാറിടുന്നത്. ഇതുപോലെ നമ്മൾ ഡേറ്റ്സ് ഉണങ്ങി വെച്ചാൽ സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം തന്നെ കുരു എല്ലാം കളഞ്ഞ് ഇതുപോലെ ഡേറ്റ്സ് എടുത്ത് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ചെറിയ കഷ്ണങ്ങൾ മുറിച്ചെടുത്തത് നമ്മൾ ഒത്തിരി പഴുത്തു പോകരുത്. ഈ മഞ്ഞ നിറം ഒത്തിരി ആയി പോയി കഴിഞ്ഞാൽ അത് പഴുത്തു പോവും വെയിലത്ത് വെച്ച് ഉണങ്ങുമ്പോഴേക്കും. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. തീരെ വലിപ്പം കുറഞ്ഞും പോകരുത്. അതിനുശേഷം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക്, അങ്ങനെ നമ്മൾ സാധാരണ എന്തൊക്കെയാണോ അച്ചാറിടാനായിട്ട് ഉപയോഗിക്കുന്നത് അതെല്ലാം വേണം. ഒരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കണം. ആദ്യമേ ഇഞ്ചി ഒന്ന് ഇച്ചിരി വഴറ്റിയെടുത്ത ശേഷം വേണം വെളുത്തുള്ളി ഇടാനായിട്ട്. ഇഞ്ചിക്കകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി തീരെ ചെറിയ കഷ്ണങ്ങളാക്കേണ്ട, ഒരുമാതിരി വലിയ കഷ്ണങ്ങളാക്കി ഇട്ടാലും മതിയാവും. വെളുത്തുള്ളി നമ്മൾ ഒത്തിരി വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ആ പച്ചച്ചവയൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതിയാവും. നമ്മളിനി ഈ ഒരു പാകമാകുമ്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പം അതിലേക്ക് കരിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. പച്ചമുളക് നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. എരിവ് ഇതൊരു മധുരമുള്ള സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി പച്ചമുളകും കൂടി ഇട്ടിരിക്കുന്നത്. ഇല്ല മുളക് പൊടി മാത്രം മതിയെങ്കിൽ മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്താലും മതിയാവും. ഇപ്പം ഇതെല്ലാം ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. നമ്മുടെ അടുത്ത് അച്ചാറിൻ്റെ പൊടിയോ ഉള്ളെങ്കിൽ അച്ചാറിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. അതല്ല എങ്കിൽ നമ്മൾ സാധാരണ ഇടുന്ന പോലെ മുളക് പൊടി എല്ലാം ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇടുമ്പോഴത്തേന് ഇച്ചിരി നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 200 ഗ്രാം ഡേറ്റ്സിന് വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി ഒത്തിരി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇവിടെ ഇപ്പം പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അതിലേക്ക് നേരത്തെ നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന ഡേറ്റ്സ് എടുത്തിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ ഡേറ്റ്സ് ഇട്ട് കൊടുത്ത ശേഷം ഒത്തിരി സമയം നമ്മളത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അത് അച്ചാറിട്ട് ഇരുന്ന് പതുക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഈ മസാല എല്ലാം ഡേറ്റ്സിലേക്കൊന്ന് നന്നായിട്ട് പുരണ്ട് വരാനായിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വേണം വിനാഗിരി ഒഴിക്കാനായിട്ട്. വിനാഗിരി ഒഴിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടുതൽ വിനാഗിരി ഒഴിക്കണം. കാരണം ഇത് ഉണങ്ങിയ ഡേറ്റ്സ് ആയതുകൊണ്ട് അത് നന്നായിട്ട് അച്ചാറിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ വെള്ളം എല്ലാം പറ്റിയത് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ വിനാഗിരി ഒഴിക്കുമ്പോഴത്തേനും പെരണ്ടിരിക്കാതെ അതിനെക്കാട്ടി കുറച്ചുകൂടി ലൂസായ രീതി വേണം നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് പുളി ആവശ്യമാണല്ലോ. ഇതിനകത്ത് ഇച്ചിരി മധുരമുള്ള ഡേറ്റ്സ് ആയതുകൊണ്ട് പുളിയും കൂടെ കുറച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിനാഗിരി ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ഉണക്കമാങ്ങ അച്ചാർ ഇടുന്ന പോലെ തന്നെയാണ്. കുറേ നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇങ്ങനെ രീതിയിൽ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.